മറ്റ് സഭകളിലൊക്കെ ഈ പഴയ പള്ളികളെ സംരക്ഷിക്കുന്ന ഒരു ശീലവും നമ്മുടെ യാക്കോബായ ഓർത്തഡോക്സ് നോക്കി അവരാ പഴയ പള്ളികളെ ഒന്നും തൊടുന്നില്ല. അവരുടെ അത് നമ്മുടെ കാരണവന്മാരുടെ ആ അധ്വാനത്തിന്റെ ഫലമാണ്. ഇവിടെ തന്നെ ഞാൻ പറഞ്ഞ ആ മഠത്തിന്റെ അവിടെ 5 സ്മാരകങ്ങളുണ്ട്. പഞ്ചസ്മാരകങ്ങൾ. ആദ്യത്തെ പള്ളി, ആദ്യത്തെ കുടിയേറ്റ ഭവനം, ആദ്യത്തെ മഠം, ആദ്യത്തെ സ്കൂള്, ആദ്യത്തെ സെമിത്തേരി ആ കോമ്പൗണ്ടിലാണ്. അപ്പൊ ഞാൻ അവിടെ ആ എക്സാക്ട് പ്ലേസിൽ ഒരു സ്മാരകശില വെക്കാൻ കന്യാസിയോട് പറഞ്ഞൊരു വിജയം കൊടുത്തു. അവരുടെ ചരിത്രം പോലും ആരംഭിക്കുന്നു. അത് ഈ നമ്മുടെ പല സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ കുടിയേറ്റം 25 വർഷം കഴിഞ്ഞു അടുത്ത്. അത് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി വെക്കുന്നതിന്റെ അടിയിൽ ഒരു ശിലാസ്ഥാപനം പോലും വെക്കാറില്ല. 50 വർഷം കഴിഞ്ഞതിനും അതിനും വെക്കാറില്ല. അപ്പൊ അങ്ങനെ ഒരു ചരിത്രബോധം പൊതുവെ നമ്മുടെ ഞങ്ങളുടെ ഈ കന്യാസികളുടെ ചരിത്രം പോലും ആരംഭിക്കുന്ന അവിടെ ഒരു പറ്റിയെന്ന് പറഞ്ഞു. അതിനെ ഞാൻ നിശ്ചിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട് പുസ്തകത്തിൽ. വിസ്റ്റേഷൻ കോൺവെന്റിന്റെ ഒരു വലിയ സത്തയാണ് അച്ഛൻ അതിലൂടെ പറഞ്ഞത്. അതായത് അവരുടെ സേവനങ്ങളുടെ ഒരു ഇത് വിലമതിക്കപ്പെടുന്നില്ല. വിലമതിക്കപ്പെടുന്നെങ്കിൽ അങ്ങനെ ഒരു മോണുമെന്റ് അവിടെ വേണം. അതെ, അത് ഈ ഇവിടുത്തെ മടമൺ കോളനിയുടെ ചരിത്രം ആരംഭിക്കുന്ന സ്ഥലമാണ്. ഇവിടുത്തെ 100 വീട്ടുകാരുടെ പേരും ഒക്കെ എവിടെയാന്ന് അറിയത്തില്ല. അവിടെ നിന്നെല്ലാം വിട്ടുപോകുന്നവരാണ്. മനസ്സിലായോ? ഞങ്ങളുടെ തറവാടിരിക്കുന്ന സ്ഥലം പോലും ഇല്ല, വേറെ ആൾ വിറ്റുപോയി. അപ്പം ഞങ്ങളുടെ ചരിത്രം ആരംഭിക്കുന്ന ഇവിടെ ഈ ഇവിടുത്തെ ജനിച്ച തലമുറയുടെ അതിന് ഈ കന്യാസികളോട് സമ്മതിക്കരുത്. അതും പോട്ടെ, ഞാൻ മൂലക്കാട്ട് മെത്രാനും ഈ ഇവിടുത്തെ പണ്ടാരശ്ശേരിക്ക് എഴുതി. എന്നിട്ട് അവരെന്നാ അറിയാം, ഭണ്ഡാരശ്ശേരി ഇവിടെ പുതിയോഗം പാസ്സാക്കാൻ പറയും. പുതിയോഗം ഇതുമായിട്ട് എന്നെ ബന്ധം. ഒരു പുതിയോഗം വെക്കുന്നത് സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇടവകയുടെ വസ്തുക്കൾ ഉപയോഗിക്കുന്നത്, ഇതൊന്നും ഇല്ലാത്തടത്ത് അയാൾ പുതിയോഗത്തിൽ ഇത് വെച്ചു. പുതിയോഗക്കാർ 355 വീട്ടുകാരുണ്ടാവും. ഇതിൽ 55 വീട്ടുകാരുടെയായി കുടിയേറ്റത്തിന്റെ സ്മാരകം. ബാക്കി 300 പേര് വേണ്ടെന്ന് തീരുമാനിച്ചു. എന്നാൽ മൃഗീയ ഭൂരിപക്ഷം. ഞങ്ങളുടെ ആ പള്ളിയിലെ വിഷയത്തിലും ഈ 72 ഫാമിലീസ് ആദ്യത്തെ കുടിയേറ്റക്കാരില്ലേ, അവർ ചുളിച്ചിൽ മുതലേ ഓടിച്ചാൽ വരെയുള്ള പ്രദേശങ്ങളുണ്ട്. അവർക്കും അവരുടെ ഒരു വികാരം എടുത്തിട്ടില്ല. വാസ്തവത്തിൽ അവരല്ലേ ആ പള്ളി അസ്ഥിവാരം വിട്ടത്, അവരല്ലേ അത് പടുത്തുയർത്തിയത്. അവരുടെ അധ്വാനത്തിന്റെ ഫലമല്ലേ കാണുന്നത്. എന്തിനത് നശിപ്പിച്ചു കളയണം? അവരോടല്ല ബഹുമാനമല്ലേ കാട്ടേണ്ടത്. അത് മെത്രാനും വൈദികരും കാട്ടേണ്ടതല്ല. ഒത്തിരി ഇപ്പൊ പള്ളി, നമ്മുടെ കക്കത്തുമല്ലി പള്ളി, അങ്ങനെ ഒത്തിരി പള്ളികൾ നവീകരിച്ചിട്ടുണ്ട്. അതേമാതിരി നവീകരിക്കുന്ന ആർക്കിയോളജി കേരളത്തിലുണ്ട്. ഞാൻ ചോദിച്ചു മൂലക്കാരനോട്, അത് അതിന്റെ ഇതെല്ലാം പോയിരിക്കുക. ഞാൻ പറഞ്ഞ റൂഫിന് മാറ്റിയാൽ പോരെ. 4-6 വർഷമായിട്ട് അറ്റോറ്റത്തിൽ നടത്തുന്നത്, പെയിന്റ് അടിക്കുന്നില്ല. അതൊരു അവഗണനയായിട്ട് നമ്മൾ, അതായത് നിങ്ങൾക്ക് ഇത് മതി. പെരുന്നാൾ നടന്നു, പൊളിക്കാൻ പോകുന്ന മാലക്കല്ല് പള്ളിയില് മാലക്കല്ല് പള്ളി പെയിന്റ് അടിച്ചു, അവർ പെയിന്റ് അടിച്ചു. എന്നിട്ട് പെരുന്നാൾ നടത്തി. രായപുരം പള്ളിയോട് പെയിന്റ് അടിക്കാൻ വേണ്ടി പറയുമ്പോൾ പെയിന്റ് അടിക്കേണ്ട ആവശ്യമില്ല, അറ്റോറ്റത്തിൽ നടത്തേണ്ട ആവശ്യമില്ല. അത് അതിനെ അത് ആ ഒരു മെന്റാലിറ്റി, ഒരു വാശി വൈരാഗ്യമാണ് അതിനകത്തുള്ളത്. അതിനകത്ത് അവർ പറയുന്നത് പുതിയോഗം പാസ്സാക്കി. അപ്പൊ പുതിയോഗം പാസ്സാക്കി എന്ന് പറഞ്ഞാൽ വെറും ഒരു കവറപ്പാ. ഇവര് പറഞ്ഞാൽ ഒരച്ഛൻ വിചാരിച്ചാൽ ഈ പുതിയോഗത്തിൽ പാസ്സാക്കാൻ പ്രയാസം. ഇനി അവര് അവിടെ നിന്ന് അങ്ങ് എഴുതിയിട്ടാൽ ആരറിയാമോ? അല്ല, ആ പുതിയോഗത്തെല്ലാം നമ്മള് എതിർത്തിട്ടുണ്ട്. ഒരു കോടതിയുടെ നിരീക്ഷണം തന്നെയുണ്ട്. പുതുക്കുമ്പലച്ചന്റെ കാലത്തെ മിനിറ്റ്സും ബേബിച്ചന്റെ കാലത്തെ മിനിറ്റ്സും പരീച്ചന്റെ കാലത്തെ മിനിറ്റ്സും ഒക്കെ നോക്കുമ്പോൾ ഈ 2-2 പോയിട്ടില്ല. അപ്പൊ ഈ പുതുപ്രമേയത്തിന്റെ കാലത്തെ മിനിറ്റ്സ് ഒരു നിരീക്ഷണത്തില് അത് ഇൻവാലിഡാണ്. അല്ലെങ്കിൽ അത് കോവിഡ് കാലത്ത് പുള്ളി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. അപ്പൊ അതൊന്നും ബിഷപ്പ് കാണുന്നില്ല എന്നുള്ളത് ഞങ്ങളുടെ സങ്കടത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഇനി പുതിയ രചനയിലാണോ അച്ഛനുള്ളത്? അമേരിക്കൻ ജീവിതാനുഭവം അത് ഞാനൊരു സെപ്പറേറ്റ് പുസ്തകമൊക്കെ അടിക്കാൻ പോവാം. അപ്പൊ ഈ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്, ഞാൻ എഴുതുന്നുണ്ട്. കാരണം ആരെങ്കിലും ഇത് എഴുതിയിട്ടെങ്കിൽ ഭാവിതരമായി അറിയാം, കുറച്ചു പേരെങ്കിലും ഇത് വായിക്കും. അപ്പൊ അത് ഉണ്ട്. പിന്നെ ഞാൻ എൻ്റെ ആത്മകഥ പോലെ മുതലവായനും അംശവടിയും അഭിഷിക്തരും എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാനും വൈദികനായ എൻ്റെ കഥകളൊക്കെ, എൻ്റെ അരമനയെ പഠിക്കാൻ പോയ കഥകളൊക്കെ എഴുതിയിട്ട് എന്തുകൊണ്ട് സഭ വിട്ടുപോയി, ഈ പൈരോഹിത്യം വിട്ടു. അതിൻ്റെ ഒരു, പക്ഷേ അത് എൻ്റെ ആത്മകഥ മാത്രമൊന്നുമല്ല. അതിനകത്ത് സെമിനാരി പഠനത്തെക്കുറിച്ചും ഇന്നത്തെ സഭയുടെ സ്ട്രക്ചർ മാറ്റേണ്ടതിനെ കുറിച്ച് ഇങ്ങനെ ഒത്തിരി വിഷയങ്ങൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് ഞാനൊരു റീപ്രിന്റ് ചെയ്യുക. അത് ഞാൻ മിക്കവാറും എല്ലാം പൂർത്തിയായി അത് പബ്ലിഷ് ചെയ്യും. അപ്പൊ അതും ചുമ്മാ ഇരിക്കട്ടെ. ഞാനും മെത്രാനുമായിട്ടുള്ള കൺഫ്ലിക്റ്റിന്റെ കഥയുണ്ട് അതിനകത്ത്.
പിന്നെ ഈ ഇപ്പോഴത്തെ സീറോ മലബാർ സഭയിൽ നടക്കുന്ന അതിനെക്കുറിച്ച് ഞാൻ പരാമർശങ്ങളുണ്ട്. ആലഞ്ചേരിയുടെ ഒരു വിമർശനമുണ്ട്. അപ്പം അതേ ആവശ്യമാണ്. നമ്മളിപ്പം പണ്ടൊക്കെ വിചാരിക്കുന്നത് മെത്രാന്മാരോടൊന്നും എഴുന്നേൽത്ത് പറയാൻ പാടില്ല, വിമർശിക്കാൻ പാടില്ല. ആ കാലം പോയി. നമ്മള് ഞാൻ പറയുന്നത് എറണാകുളം നടക്കുന്നതല്ല, അവിശ്വാസികളാണ് അവര്. ഞങ്ങളുടെ ആവശ്യമാണിത്. അപ്പൊ എല്ലാ ഇടവകളിലും വിശ്വാസികള് ശക്തമായ നിലപാട് എടുത്തെങ്കിൽ ഇവരെ ഈ വൈദികരുടെ ആധിപത്യത്തിൽ നിർത്താൻ പറ്റുള്ളൂ. ഇന്ന് അവരുടെ ആധിപത്യമാണ്. ഒരു ഇടവകര വൈദികനാണ് തീരുമാനിക്കുന്നത്. അത് മാറ്റണം. സഭയെന്ന് പറയുന്നത് ആണ്. ഈയുടെ ബിഷപ്പ് യൂറോപ്പിലെ സഭ പോലെ ആയി പോകും. അല്ല, ബിഷപ്പ് മാർപ്പാപ്പ പറയുന്നത് സിനഡാലിറ്റി എന്ന് പറയുന്നത് വാക്ക് ടുഗദർ. മെത്രാനും വൈദികരും ഇടവക ജനങ്ങളും വാക്ക് ടുഗദർ, ഒരുമിച്ച്. അല്ലാതെ നീ അവിടെ ഇരിട എന്ന് പറയല്ല, അനുസരണമല്ല എന്നവർ പറഞ്ഞല്ലോ. അപ്പൊ ഏതായാലും ഇത്രയും നേരം ഞങ്ങളുമായിട്ട് സംബന്ധിച്ചതിന് സന്തോഷമുണ്ട്. കാരണം ഈ ആദ്യത്തെ പുസ്തകം വായിച്ചു, അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇനിയും പുസ്തകങ്ങൾ എഴുതാനാകട്ടെ, കൂടുതൽ വീണ്ടും കാണുവാനാകട്ടെ. അടുത്ത ആഴ്ച അമേരിക്കക്ക് വീണ്ടും തിരിച്ചു. അപ്പൊ ഞങ്ങളുടെ ഈ യാത്രയില് ഞങ്ങളെ കൈവരത്തെ ഒരു പോരാട്ടമാണല്ലോ. അപ്പൊ ഇതൊക്കെ അങ്ങയുടെ പ്രാർത്ഥനയും സഹായവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പൊ ഈ ഇന്റർവ്യൂവിന് സഹായിച്ചതിന് സംബന്ധിച്ച് വളരെ നന്ദിയുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.